നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തുടരെ സുപ്രീം കോടതിയിൽ നിന്നും BJPക്ക് പ്രഹരം കിട്ടുമ്പോൾ അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെ വീണ്ടും അനാവശ്യ നിലപാടുകളും ഉയർത്തി അനാവശ്യ ഹർജികൾ സമർപ്പിച്ച് കോൺഗ്രസിനെയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയെയും പ്രതിരോധത്തിലാക്കിക്കളയാം എന്നതാണ് IT സെൽ വിദഗ്ധൻ എന്ന് BJP അവകാശപ്പെടുന്ന അമിത് മാളവിയ ഉൾപ്പെടെ ശ്രമിക്കുന്നത്. നമുക്കറിയാം, സൈബർ ബുള്ളിയിങ് അതിശക്തമായി നടത്താൻ BJPക്ക് ഒരു മടിയുമില്ല. അതിനുവേണ്ടി വർഷാവർഷം പാർട്ടി ഫണ്ടിൽ നിന്നും നല്ലൊരു വിഹിതം തന്നെയാണ് IT സെല്ലിലേക്ക് കൊടുക്കുന്നത്. ഇപ്പോഴിതാ ശരീരഭാഗങ്ങൾ ചിഹ്നമായി ഉപയോഗിക്കുന്നത് വിലക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയും അതുവഴി കോടതി അനുകൂലമായ ഒരു വിധി പുറപ്പെടുവിക്കുകയും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴിതാ ഭരണമുന്നണി അതായത് BJP ഒരു ഹർജി സമർപ്പിച്ചിരിക്കുന്നു. സുപ്രീം കോടതി ഈ കാര്യത്തിൽ ഒരിക്കലും ആ നിലപാട് ശരിയല്ല, അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഹർജി തള്ളുകയും ചെയ്തിരിക്കുന്നു. വീണ്ടും നാണക്കേടിലേക്ക്. നമുക്കറിയാം, കോൺഗ്രസിൻ്റെ നേതാവും പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധി കൈപ്പത്തി എന്നത് അഭയമുദ്ര ചിഹ്നമാണ്. ഭയക്കാതെ, മറ്റുള്ളവരെ ഭയപ്പെടുത്താതെ എത്രത്തോളം പ്രാധാന്യത്തോടു കൂടി ജീവിക്കാം എന്നുള്ളത് ഉദാഹരണ സഹിതം അദ്ദേഹം പറഞ്ഞു. മതങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെ വ്യക്തമാക്കി അദ്ദേഹം ഒരു പ്രസംഗവും നടത്തി. അന്നേരം BJP പറഞ്ഞത് ഹിന്ദുക്കളെ അപമാനിക്കുന്നു, ഹിന്ദുക്കളുടെ രാഷ്ട്രീയ ബോധത്തോട് ഉള്ള വിയോജിപ്പാണ് കോൺഗ്രസ് കാണിക്കുന്നത്. ഇത്തരത്തിലായിരുന്നു അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വെച്ചത്. ഇപ്പോഴിതാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി സഭയിൽ എപ്പോഴൊക്കെ പ്രസംഗം നടത്തും എന്ന് മനസ്സിലാക്കി കാലേക്കൂട്ടി തന്നെ അവിടെ നിന്നും മുങ്ങാനാണ് നരേന്ദ്രമോദി പ്ലാനിട്ടിരിക്കുന്നത്. ഒരു പ്രസംഗത്തിലും നരേന്ദ്രമോദി പാർലമെൻറ്റിൽ സന്നിഹിതനായിരിക്കരുത് എന്ന ഒരു രീതിയിലേക്കാണ് അദ്ദേഹം നിലപാടെടുത്തിരിക്കുന്നത്. മാത്രമല്ല, BJP ഈ സമർപ്പിച്ച ഹർജി ഇതിനോടകം തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 2 ജസ്റ്റിസുമാർ ഇവർ അടങ്ങുന്ന ബെഞ്ച് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. സുപ്രീം കോടതി ബെഞ്ച് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഈ ഹർജി. അതിൽ ഒരു രീതിയിലും കഴമ്പില്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഈ നിലപാടെടുത്തിരിക്കുന്നത്. ഒന്ന് ആലോചിക്കണം, കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാടുകളിൽ ഭയപ്പെട്ട് BJP പറഞ്ഞതുപോലെ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് ചിഹ്നവും അതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ രീതികളെയും ഒക്കെ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ BJP പെട്ടെന്ന് നടത്തുന്നത്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇപ്പോൾ BJPക്ക് ഇല്ല. കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട BJPക്ക് രാജ്യസഭയിൽ NDAക്ക് പോലും മൊത്തത്തിൽ ഭൂരിപക്ഷമില്ലാത്തത് കൊണ്ട് ഉഴറുകയാണ്. അവിടെയാണ് പുതിയ കളികൾ കളിച്ച് എങ്ങനെയും പ്രതിപക്ഷത്തെ അസ്ഥിരപ്പെടുത്താം എന്ന് ശ്രമിക്കുന്നത്. അതിനുവേണ്ടി ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. അതായത് കോൺഗ്രസിൻ്റെ ചിഹ്നവും കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഫണ്ടുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുമൊക്കെ മരവിപ്പിച്ച് അതുവഴി കോൺഗ്രസിനെ തളർത്തി കളയാം എന്നുള്ളതാണ് BJPയുടെ ശ്രമം. BJPയുടെ എല്ലാ കിരാത നടപടികളെയും അതിജീവിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇത്തവണ ശക്തമായ മുന്നേറ്റം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടത്തിയത് എന്നുള്ളത് ഓർക്കണം. അത് ഓർക്കാൻ നരേന്ദ്രമോദിക്ക് സമയം കാണില്ല. കാരണം എപ്പോഴും ഈ രാജ്യത്തെക്കുറിച്ചും രാജ്യത്തെ പാവപ്പെട്ടവരെക്കുറിച്ചും നാഴികയ്ക്ക് 40 വട്ടം പറയുന്നതല്ലാതെ ബിസിനസ്സുകാർക്കും കോർപ്പറേറ്റ് മുതലാളിമാർക്കും വൻ രീതിയിൽ അവരുടെ നികുതി ഇളവ് കൊടുക്കുന്ന നിർമ്മലാ സീതാരാമൻ്റെ ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും വലിയ രീതിയിൽ അതിന് സഹായം നൽകുന്ന, അതിന് കുടപിടിക്കുന്ന നരേന്ദ്രമോദിയുടെ ഈ കിരാത ഭരണം അവസാനിപ്പിക്കാനാണ് കോൺഗ്രസിൻ്റെ നയം. വർഗീയവാദമോ അല്ലെങ്കിൽ അരാജകത്വമോ ഒന്നും മാത്രമല്ല, ഈ രാജ്യത്തുള്ള സാമ്പത്തിക നയത്തെ തന്നെ പൊളിച്ചടുക്കിക്കൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്ന BJPയെ തെരുവിൽ നേരിടാൻ ശ്രമിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ കഴിയാതെ ഇത്തരത്തിൽ ഹർജികൾ സമർപ്പിച്ച് കോൺഗ്രസിനെ മരവിപ്പിച്ച് കളയാമെന്നുള്ള നീക്കമാണ്. അത് നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.